الحمد لله الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അവൻ ചേർത്തി പറഞ്ഞ അള്ളാഹിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച മുഹറത്തിലാണ് നമ്മളുള്ളത്. നാം ചിന്തിക്കേണ്ടുന്ന പാഠങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പരിപാലിക്കുന്നതിലെ ലക്ഷ്യം നമ്മൾ പറയും, കുറെ കാലം അവരെ നമ്മൾ നോക്കിയാൽ തിരിച്ച് അവർ നമ്മളെ സംരക്ഷിക്കാനാണ് എന്ന ഒരു ധാരണയാണ് നമ്മളൊക്കെ വെക്കാറുള്ളത്. എന്നാൽ അതിലുപരി നമ്മളെപ്പോഴും ഒരു ലക്ഷ്യമായി വെക്കേണ്ടത്, നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, പരലോകത്തിലേക്ക് ഉപകരിക്കുന്ന, ഖബറിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളായിട്ട് അവർ മാറണം എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാധന ചെയ്യാനുള്ള തൗഫീക്കുകളൊക്കെ മരണത്തോട് അവസാനിക്കാൻ, എന്നാൽ വീണ്ടും നമ്മളുടെ ഖബറിലേക്ക് വരാൻ ഇദാ മാത്തൽ മുസ്ലിം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ അമലുകളും മുറിയുമ്പോഴും 3 കാര്യം പിന്നെയും അവന്റെ ഖബറിലേക്ക് വരുമെന്നാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ എണ്ണിയത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനമാണ്. ആ മക്കളെ സ്വാലിഹാണെങ്കിൽ ദുനിയാവിലും അവർ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നാളെ മീസാനിൽ നന്മകൾ അധികരിക്കാൻ മക്കളുടെ ഇസ്തിഗ്ഫാറുകൾ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിച്ചു തരിക. ആകാശഭൂമികളുടെ സകലമാന വസ്തുക്കളെക്കാളും വിലമതിക്കാനാവാത്ത വസ്ത്രം അല്ലാഹു അണിയിപ്പിക്കുന്നത് ഖുർആൻ അറിയുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്.
ഈ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നതും ഉള്ളിൽ വേണ്ട ആഗ്രഹവും അത് തന്നെയാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലല്ലാത്ത അവസ്ഥയിൽ ധാർമ്മികതകൾക്ക് പകരം അധാർമികതകൾ അവരിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ പഠിച്ചു വരുന്ന കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമെല്ലാം അവരുടെ സിലബസുകളിലും കരിക്കുലങ്ങളിലും വരുന്ന മാറ്റങ്ങളെ ശ്രദ്ധയോടുകൂടെ തിരിച്ചറിയാനും അതിന് ഏത് രീതിയിലൂടെ ഗൈഡൻസ് കൊടുക്കണമെന്ന് ഒരു രക്ഷിതാവെന്നുള്ള രീതിയിൽ നമ്മളൊക്കെ തിരിച്ചറിയലും നമ്മളുടെ ബാധ്യതയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ പോപ്പ് സംഗീതത്തിന്റെ നൃത്തരൂപമായ സുംബ വല്ലാതൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ അടച്ചാക്ഷേപിച്ച് വിമർശിക്കാനില്ല. പക്ഷെ അത് വിദ്യാഭ്യാസത്തിൽ എങ്ങനെ വരുമ്പോൾ എന്ത് മനസ്സിലാക്കണമെന്നുള്ളിടത്താണ്. പതിറ്റാണ്ടുകളായി നമ്മളുടെ നാടുകളിൽ സുംബയുമായി ബന്ധപ്പെട്ട നൃത്ത സദസ്സുകളും അതിന്റെ പ്രത്യേക സ്ഥാപനങ്ങളും നിലവിലുണ്ട്. അതിനെ വിമർശിക്കാനോ അതിലേക്ക് പോകണ്ടെന്ന് പറയാനോ നമ്മൾ ആരും ആളല്ല. പക്ഷെ നമ്മളുടെ മക്കൾ നിർബന്ധമായി അത് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുവാനും അതേത് രീതിയിലാണ് മുസ്ലിം ഉമ്മത്തിനെ അത് പ്രയാസപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയലും നമ്മളോടൊക്കെ ബാധ്യത തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ മിന്നിമായി എന്ന ചില ധാരണകൾ ഉണ്ടാകും. അതിനെല്ലാറ്റിനും നമ്മളൊരു കടുംപിടുത്ത ആവശ്യമുണ്ടോ? അത് കേവലം കുട്ടികളുടെ ഒരു വ്യായാമം മാത്രമല്ലേ, അത് നമ്മളും ശീലിക്കാവുന്ന എക്സസൈസുകളല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. ഇത്രയൊക്കെ കടുത്ത ഒരു രീതിയിൽ അതിനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട്, പ്രിയമുള്ളവരെ, കേവലം മാധ്യമങ്ങളിൽ കാണുന്ന നെറേറ്റീവുകളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. അത് തൊലിപ്പുറമെ മാത്രമുള്ള ഒരു ചികിത്സയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, കുറച്ചു മുമ്പ് നമ്മൾ ഇവിടെ ഇതേ മിമ്പറിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ഖുതുബ നമ്മൾ നിർവഹിച്ചതാണ്. അതെന്തുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ വേണമെന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നു? ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ ഡ്രസ്സ് ധരിക്കണം. കാരണം വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ മുഴുവൻ ആൺകുട്ടികൾ ധരിക്കണമെന്ന് പറയുന്നില്ലല്ലോ. എല്ലാ ആൺകുട്ടികളുടെ വസ്ത്രവും പെൺകുട്ടികൾ ധരിക്കണമെന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായും അതിലൂടെ LGBTQ എന്ന് പറയുന്ന അത് ഇന്നും അവസാനിക്കാത്ത ലെസ്ബിയനിസവും ഗേയിസവും അതുപോലെ തന്നെ ബൈസെക്ഷലും ട്രാൻസ്ജെൻഡറും ഉൾക്കൊള്ളുന്ന ഇൻസെസ്റ്റും മൃഗരതയും ശബരതയും ഉൾക്കൊള്ളുന്നതിന്റെ പ്ലസ്സുകൾ അവസാനിക്കുന്നില്ല. അതിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ നടപ്പാക്കിയ വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ഹെട്രോ നോർമറ്റീവ് സിസ്റ്റത്തിനെ ഇല്ലായ്മ ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കൊന്നും അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതെന്താണ്? ഇവിടെയുള്ളപ്പോൾ നമുക്ക് നാട്ടിലൊരു വിവാഹ രീതിയുണ്ട്. ഒരാണ് പെണ്ണിനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്ന സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് സ്വാഭാവികമായും ജനങ്ങളോട് ബോധ്യപ്പെടുത്തലുകൾ വന്നപ്പോ അതിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് അത് ശരിയല്ല എന്നൊരു നിലപാടിലേക്കൊക്കെ വന്നപ്പോ ഒറ്റടിക്ക് പറഞ്ഞ് യൂണിഫോമാരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അതിന്റെ ആളുകളൊക്കെ അതിൽ നിന്ന് പിന്മാറി. പക്ഷെ നമ്മൾ അന്ന് സമൂഹത്തോട് നൽകിയ ഒരു കൃത്യമായ ഒരു ദിശാബോധമുണ്ടായിരുന്നു. ഇതൊരു വലിയ ഐസ്ബർഗാണ്. അതിന്റെ മേലെ കാണുന്ന ഐസിന്റെ ചെറിയൊരു ടിപ്പ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി വിശാലമായി കിടക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വലിച്ചെറിഞ്ഞ ആ സംസ്കാരത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചുവടുവെപ്പാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോ പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പള്ളിയിലിരിക്കുന്ന നമ്മളുടെ പോലും മെജോറിറ്റി മക്കളും ഇന്ന് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് പുരുഷൻ ധരിക്കുന്ന പാന്റ് ധരിച്ചിട്ടാണ്. നമ്മൾ അറിയാതെ അത് കൾച്ചറിന്റെ ഭാഗമായി കടന്നു വന്നു. നമ്മളൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു പാന്റ് ധരിക്കലാണോ? അവിടെയല്ല പ്രിയമുള്ളവർ അതിന്റെ വിഷയങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് സ്ത്രീകളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് യൂണിഫോം പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നീട് പറഞ്ഞു ഇതൊരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് പറഞ്ഞ എന്താണ്? ആണ് പെണ്ണ് എന്ന വിവേചനങ്ങളില്ലാതെ ഒരു സമൂഹത്തെ നിർമ്മിക്കാനാണെന്ന് പറഞ്ഞ് പിന്നീട് പതിയെ കൊണ്ടുവന്നപ്പോ നമ്മൾ ആരും അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. ഒരു പെണ്ണെന്ന സുരക്ഷിതത്വത്തിനെ ശക്തമായി ബാധിക്കുന്ന മേഖലയാണ് എന്നുള്ളതാണ്. പിന്നീട് ഇന്ന് നമ്മളുടെ മക്കൾ നമ്മളുടെ വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ അവരുടെ സോഷ്യൽ സ്റ്റഡീസിൽ അവർ ഇന്ന് പഠിക്കുന്നത് ഇതൊരു ആർജിത പദവിയാണ്.
ആണ് പെണ്ണ് എന്ന് പറയുന്നത് ആർജിത പദവിയാണ്. നമുക്ക് കേൾക്കുന്ന ആർക്കൊന്നും തോന്നില്ല. അവർ ജന്മനാൽ ആണായി വരുന്നില്ല, ജന്മനാൽ അവർ പെണ്ണായി വരുന്നില്ല. അവർ ആർജിച്ചെടുക്കുന്ന പദവിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരാൾക്ക് തീരുമാനിക്കാണ് ഞാൻ ആണായി മാറാം, പിന്നീട് ഒരാൾക്ക് തീരുമാനിക്കുന്നുണ്ട് ഞാൻ പെണ്ണായി മാറാം. മനുഷ്യനെന്ന അസ്തിത്വത്തിനെ, അവന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ, അവനെന്ന വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥകളിലേക്ക് മക്കൾ കടന്നു വന്നു. ഇത് സ്വാഭാവികമായും കടന്നു വന്നതിന്റെ ഇന്നലകളുടെ പാഠങ്ങളാണെങ്കിൽ അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഈ സുംബ എന്ന് പറയുന്ന ഡാൻസ് പോലും കടന്നു വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ അറിയേണ്ടത് കൾച്ചറൽ ഫാഷിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളുടെ കൾച്ചറുകളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരുപാട് കാലം അള്ളാഹു ഇല്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികൾ ഒരുപാട് കാലം ഇവിടെ സംവാദം നടത്തിയതാണ്. ആ സംവാദത്തിനൊരുവിൽ നിരീശ്വരവാദികൾക്ക് ആളെ കൂട്ടാൻ, സംഘടിപ്പിക്കാൻ, ഒരു വലിയ ബഹുസ്വരതയുണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അവർ കടന്നു വന്ന രീതിയുണ്ട്. മതമേതായാലും പ്രശ്നമില്ല, ജീവിതമെന്നാൽ ഒന്നേയുള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. നമ്മുടെ മക്കളൊക്കെ അതിലേക്ക് മനസ്സിങ്ങനെ വന്നു. അവരുടെ കൾച്ചറുകളെ മാറ്റി. ഒരു മുസ്ലിമായ കുട്ടിക്ക് അവന്റെ വസ്ത്രധാരണത്തിനൊരു കൾച്ചറുണ്ട്, അവൻ പെരുമാറുന്നിടത്ത് അവനൊരു ധാർമ്മികതയുണ്ട്, അവന്റെ ജീവിത ചുറ്റുപാടുകളിൽ അവന് ധാർമ്മികതയുണ്ട്. അതൊക്കെ മാറ്റി മക്കളുടെ ഹാഷ്ടാഗുകളിൽ യോളോ യു ഓൺലി ലീവ് വൺസ്, ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ നോക്ക്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, വല്ലാഹിറതു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും ബാക്കിയുള്ളത് എന്ന സിദ്ധാന്തത്തിനെ അട്ടിമറിച്ചു. ജീവിതം ഒന്നേയുള്ളൂ. പക്ഷെ ഇസ്ലാം പറഞ്ഞു ജീവിതം ഒന്നില്ല, മരണത്തിനപ്പുറമുള്ള ജീവിതമുണ്ടെന്ന ബോധ്യം ജനങ്ങളോട് പറഞ്ഞു. അതിനെ തകർത്തെറിയുന്നൊരു സാഹചര്യങ്ങൾ സമൂഹത്തിൽ വന്നപ്പോ സ്വാഭാവികമായും അവിടെ അവർക്ക് ചട്ടക്കൂടുകൾ പറയുന്ന മതം അവർക്കെതിരായി ആ മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു. അതിന്റെ ആ കൾച്ചറൽ ഫാഷിസത്തിന്റെ പുതിയൊരു രൂപമായിട്ടാണ് ഈ സൂംബ എന്ന് പറയുന്ന നൃത്തരീതികൾ പോലും കടന്നു വരുന്നത് എന്നുള്ളതാണ്. കാരണം അത് ലാറ്റിൻ അമേരിക്കന്റെ പോപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണെങ്കിലും അതിനൊരു സാംസ്കാരികതയുണ്ട്, ആ നൃത്തത്തിനൊരു കൾച്ചറുണ്ട്, അതിനൊരു ഡ്രസ്സിങ്ങിന്റെ രീതിയുണ്ട്, അതിനൊരു കൂടിച്ചേരൽ വ്യവസ്ഥതയുണ്ട്. ഇതാണ് നമ്മളുടെ മക്കളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയേണ്ടത് ഒരു മുസ്ലിം എന്ന, ഇസ്ലാം എന്ന, അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതും കീഴൊതുങ്ങിയ ഒരു മനുഷ്യൻ അവൻ ഏത് വസ്ത്രം ധരിക്കുന്നു. ഇതിന്റെ ചർച്ചകൾ വരുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കൂടിച്ചേരലാണോ എങ്കിൽ അത് വേണ്ട, വസ്ത്രത്തിന്റെ അല്പവസ്ത്രമാണോ ആ ഒരു ചർച്ചയിൽ മാത്രമില്ല. ഇതെവിടേക്ക് നമ്മളുടെ മക്കളുടെ കൾച്ചറിനെ കൊണ്ടുപോകുന്നു എന്ന അപകടത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. കാരണം കാലങ്ങളായി നമ്മളുടെ മക്കളുടെ ബുദ്ധി എന്താവണം, അവരുടെ ചിന്തകൾ എന്താവണം, അവരുടെ ലോകവീക്ഷണങ്ങൾ എന്താവണം, അവരെന്ത് പറയണമെന്ന നിയന്ത്രണമാണ് കാലങ്ങളായി ഇതിലേക്ക് കൊണ്ടുവരുന്ന അതിന്റെ ഒരു മാർഗമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇക്കഴിഞ്ഞ ജൂൺ 26 ലഹരിയുമായി ബന്ധപ്പെട്ട അതിന്റെ ലഹരി വിരുദ്ധത്തിന് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നൊരു സിസ്റ്റമാണെന്ന്? ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തിൽ അതിനോട് കൃത്യമായൊരു രൂപം വന്നു. അങ്ങനെ പ്രത്യേകമായൊരു വ്യായാമം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അതിന്റെ ഓർഡർ വരുന്നുണ്ട്, സ്കൂളുകളിലേക്ക് സൂംബ വരണമെന്ന്. പിന്നീട് അതും കടന്ന് കഴിഞ്ഞ ലഹരി വിരുദ്ധത്തിന് ലഹരിയിൽ നിന്ന് മുക്തമാകാൻ ഡാൻസ് കളിക്കുന്ന ഒരു സംവിധാനം, കൊറോണ ഇല്ലായ്മ ചെയ്യാൻ പാത്രം കൊട്ടണമെന്ന് പറഞ്ഞ അല്പബുദ്ധികളുള്ള നാട്ടിൽ നിന്ന് ഇപ്പൊ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഡാൻസ് കളിക്കണമെന്ന് സിദ്ധാന്തം കടന്നു വരുമ്പോ 8ാം ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ നിലവിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നിടത്ത് അതിന്റെ വസ്ത്രത്തിന്റെ കോഡ് എന്താണെന്ന് പിക്ചർ സഹിതം മക്കളെ പഠിപ്പിക്കുന്ന ഒരു കൾച്ചറുണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു കൾച്ചറുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ദിവസത്തിൽ വന്ന പ്രഖ്യാപനമല്ല എന്ന് ഒരു രക്ഷിതാവെന്ന രീതിയിൽ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടുന്ന വസ്തുതകളുണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനെങ്ങനെ മുന്നൊരുക്കം നടത്തണമെന്ന് എന്റെ മക്കൾ ഉൾപ്പെടെ നിങ്ങളുടെ ഒക്കെ ഫോണുകളിലേക്ക് ഒരുപക്ഷെ അതിന്റെ നൃത്തരൂപത്തിന്റെ ശൈലികള് ഫോണുകളിലൂടെ നിങ്ങൾക്ക് വാട്സപ്പുകളിലൂടെ ലഭ്യമായിട്ടുണ്ടാകും ഒരു രക്ഷിതാക്കൾ എന്ന രീതിയിൽ. അതുകൊണ്ട് അവരുടെ കൾച്ചറുകളെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ മതപരമായ വിഷയമെന്ന് നമ്മൾ തിരിച്ചറിയാം. കേവലം ഒരു ഡാൻസ് കളിക്കലല്ല. സൂംബ നടത്തണോ? നടത്തുന്ന ആളുകൾ നടത്തിക്കോട്ടെ, കളിക്കുന്നവർ കളിച്ചോട്ടെ. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്ന് പറയുമ്പോ കാരണം എന്തെന്നറിയോ?
എല്ലാ സ്ഥാപനങ്ങളിലും അത് നടപ്പിൽ വരുത്തുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് സർക്കുലറാണ്, നിർബന്ധമാണ്. രണ്ടാമത്തെ വിഷയം പറയുന്നത് നിർബന്ധമായി കുട്ടികൾ കളിച്ചിരിക്കണം, അധ്യാപകർ കളിച്ചിരിക്കണം, രക്ഷിതാക്കൾക്ക് അതിൽ ചോയ്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി കളിക്കണ്ട എന്ന് പറയാൻ ഒരാൾക്ക് പോലും അവകാശമില്ലാത്ത രൂപത്തിൽ പഴുതടച്ച് അതിന് കൃത്യമായൊരു ഏകപക്ഷീയമായ കൽപ്പനയിലേക്ക് അത് കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോ ഇതിന്റെ ആസൂത്രണം നടന്ന ആദ്യത്തെ നാൾ മുതൽ നമ്മളുടെ പണ്ഡിതന്മാർ ഒരു സൈഡിൽ നിന്ന് ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഒരു ചർച്ച പോലും നടത്താതെ നാളുകൾ കൊണ്ടുപോയി നാളെ നടപ്പാക്കണമെന്ന് പറയുമ്പോ സ്വാഭാവികമായും ഇൽമുള്ള, ദീനുള്ള, ഇതിന്റെ മതവശം അറിയുന്ന ആളുകൾക്ക് പറഞ്ഞേ കഴിയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന്. അതുമാത്രമാണ് നാം പണ്ഡിത മേഖലയിൽ എടുത്തിട്ടുള്ള നിലപാടുകളും ഓരോ പണ്ഡിതന്മാരും സമൂഹത്തോട് പറഞ്ഞതും. ഇനി എന്താണ് ഇതിന്റെ പ്രശ്നമെന്നുള്ളത് നമ്മൾ അറിയണം. ഒന്ന്, ഇസ്ലാം അടിസ്ഥാന സ്വഭാവമായി പറഞ്ഞ, ഒരാളിലുണ്ടാകേണ്ട സ്വഭാവ ഗുണമായി പറഞ്ഞ ലജ്ജ എന്നുള്ളത് നശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത്ര തീവ്രത? അവർ ഡാൻസിനോട് എതിര് പറയുന്നുണ്ട്, പാട്ടുകളോട് എതിര് പറയുന്നുണ്ട്. പാട്ടിന് ഇസ്ലാം എതിരല്ല, സംഗീതങ്ങളോടാണ് ഇസ്ലാം എതിരെ നിന്നിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ലജ്ജകളെ അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ലജ്ജയുണ്ടാവില്ല മനുഷ്യരിൽ. കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രത്യേകത, ലികുല്ലി ദീനിൻ ഖുലുഖ, ഓരോ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. മുസ്ലിം കുട്ടികളെ ചാടിക്കളിക്കുന്നവരെ കാണാൻ പറ്റൂല. ഉത്സവങ്ങളിൽ ചാടിക്കളിക്കുന്ന മക്കളായി ഇസ്ലാമിന്റെ അണികളെ കാണാൻ പറ്റില്ല. പരസ്യമായി മോശമായി നടക്കുന്ന വസ്ത്രധാരണത്തിൽ ഇസ്ലാമിന്റെ മക്കളെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരാൾ മുസ്ലിമാണോ, ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവനാണോ, അവരിൽ കാണുന്ന സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനാണ്, ലജ്ജ എന്നത് ഈമാനിൽ പെട്ടതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീആ, ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈദാ റുഫിയ അഹദുഹുമാ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ റുഫിഅൽ ആഖർ, മറ്റതും ഉയർത്തപ്പെടുമെന്നാണ്. ഈമാന് പോയാൽ ലജ്ജ ഉണ്ടാവില്ല, ലജ്ജ പോയാൽ ഈമാനും ഉണ്ടാവില്ല. കാരണം ഈമാനുള്ള ഒരു മനുഷ്യന് പരസ്യമായി തുള്ളിക്കളിക്കാൻ, ഹറാമായ മേഖലയിൽ ചാടിക്കളിക്കാൻ അവന് അവകാശമില്ല. ഒരൽപ്പം ലജ്ജയില്ലാത്തവർക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈമാൻ പോയോ ആ ലജ്ജ പോകും, ലജ്ജ പോയോ ഈമാനും അവനിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖല്ല ഹയാഉഹു, ഒരാളുടെ ലജ്ജ കുറഞ്ഞാൽ, ലജ്ജ പോവലല്ല, ലജ്ജ ഒരാളിൽ നിന്ന് കുറഞ്ഞു പോയാൽ കല്ല വറഉഹു, അവന്റെ സൂക്ഷ്മത കുറഞ്ഞു പോകുന്നതാണ്. ലജ്ജയില്ലാത്ത ഒരാളോട് അതിനിപ്പോ എന്താ പ്രശ്നം? ആ സൂക്ഷ്മത കുറയും. ഇത് കേവലം സൂംബ മാത്രമല്ല കേട്ടോ, നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹമാണെങ്കിൽ പോലും അവിടെ നമ്മൾ പറയും, പല രൂപത്തിലൂടെയുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോ നമ്മൾ പറയും അതിനെന്താ പ്രശ്നം, അത് കുഴപ്പമില്ലല്ലോ, ചെറിയ രീതിയിലാവാലോ. ആ സൂക്ഷ്മതകൾ കുറയും, ലജ്ജ നമ്മളിലൂടെ കുറഞ്ഞു പോകുമ്പോ. ഒരാളുടെ സൂക്ഷ്മത കുറഞ്ഞു പോയാൽ മാത്ത ഖൽബുഹു, അവന്റെ ഹൃദയം മരിക്കുമെന്നാണ്. അവന്റെ ഹൃദയം മരിക്കും, അവനൊന്നും പ്രശ്നമില്ല. പിന്നെ അവന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഈമാൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവനോട് ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവനോട് പ്രമാണങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവന്റെ ഹൃദയം മരിച്ചു പോകും. ഒന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറില്ല. നൃത്തം പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന രക്ഷിതാവിനോട് ഇതൊരു മുസ്ലിം പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ചേർന്നതല്ല എന്ന് അള്ളാന്റെ ദീൻ ഇതിന് പറ്റില്ല നിങ്ങൾ പറഞ്ഞു നോക്ക്, അവരുടെ ഹൃദയത്തിൽ അത് കേറില്ല. അള്ളാന്റെ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടേക്ക് വരാം.
അവരുടെ ഹൃദയത്തിൽ അത് കയറില്ല. അവരുടെ ഹൃദയം മരിച്ചൊരവസ്ഥയിലായിരിക്കും. നിങ്ങൾ തീവ്രവാദമാണ്. നിങ്ങൾ കണ്ടോ, സുംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതിന് ഇത് 6-ാം നൂറ്റാണ്ടാണ്, താലിബാനാണ്, ഭീകരവാദികളാണ് എന്ന് പറഞ്ഞത്. അവർക്കാർക്കും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നതിനെയല്ല, പൊതുവിദ്യാലയം പൊതുവായ ആശയങ്ങളും പലവിധ ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അവിടെ ഇത് പാടില്ല എന്ന് പറയുന്നവനെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥകളാണ് പ്രശ്നമായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാം നമ്മളോട് പറഞ്ഞത്, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ലേ, തോന്നുന്നത് പോലെ നീ പ്രവർത്തിച്ചു കൊള്ളുക. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലെ സംഗീതമില്ലാതെ നടക്കുന്നില്ല. മ്യൂസിക്കൽ സംഗീതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് ഹറാം എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സൂംബ ഹറാമോ ഹലാലോ എന്ന് വിധിച്ചത് കൊണ്ടില്ല, അതല്ല നമ്മളുടെ വിഷയം. പക്ഷെ നമ്മളതിനെ മനസ്സിലാക്കാണ്, ഇത് ഹറാമാണോ ഹലാലാണോ. ഇത് തുടർച്ചയായി വരുന്നൊരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അഥവാ ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന എല്ലാവിധ തിന്മകളുടെ അധാർമികതകളെയും കൊണ്ടുവരാൻ, ഒരു തത്വത്തെ, മനുഷ്യന്റെ തത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ഒരു പ്രോസസ്സിന്റെ ഒരു കണ്ണി മാത്രമാണ് സൂംബ എന്ന് മനസ്സിലാക്കാൻ ഒടുവിലത്തെ. നാളെ പുതിയത് വരും, അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ. ഇനി ഇതിലെവിടെയാണ് പ്രശ്നമെന്നുള്ളിടത്താണ്. 2, അതിൽ ഹറാമുകളുണ്ട് എന്നുള്ളതാണ്. സംഗീതം അതിൽ ഹറാമാണ്. ഞാൻ ആമുഖമായി നിങ്ങളോട് ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു പറയാണ്, വമിനന്നാസി മൻ യശ്തരീ ലഹവൽ ഹദീസ്, സംസാര വിനോദങ്ങളെ വില കൊടുത്ത് വാങ്ങുന്ന ആളുകളുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. വയത്തഖിദഹാ ഹുസ്വാ, അവർ അതിനെ സ്വീകരിക്കുന്നത് വിനോദമായി കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ശിക്ഷ തന്നെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാര വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങാം. അവർ സ്വീകരിക്കുന്നത് വിനോദമാണ്. ഈ ആയത്തിന് അദബുൽ മുഫ്രദില് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് സംഗീതമാണ്. റഈസുൽ മുഫസ്സിരീൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വ്യാഖ്യാനത്തിന് കൈവച്ച് ദുആ ചെയ്ത, പ്രവാചകനിൽ നിന്ന് ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഈ ആയത്ത് കൊണ്ട് അല്ലാഹു പറഞ്ഞത് സംഗീതമാണ്. ആ സംഗീതത്തിലേക്കാണ് പ്രിയമുള്ളവരെ. അതവിടം കൊണ്ട് തീർന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു ഹറാമാക്കിയത് സംഗീത ഉപകരണങ്ങളാണ്. തഫ്സീറുൽ ഖുർആനുൽ അലീം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം അദബുൽ മുഫ്രദിലൂടെ കാണാം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്ത് കൊണ്ട് വിശദീകരിക്കുന്നത് സംഗീതമാണ്. വാദ്യോപകരണങ്ങളെയും ഈ ആയത്തിലൂടെ അല്ലാഹു ഹറാമാക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ മുഖം തിരിക്കുന്ന ആളുകളുണ്ട്. അടുത്ത ആയത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് അവിടെയാണ്. ഖുർആനിന്റെ ആയത്തുകൾ അവരോട് ഓതിക്കൊടുത്താൽ പോലും അഹങ്കാരികളായി മുഖം തിരിച്ചു കളയുന്ന ആളുകൾ, ഞങ്ങളത് കേട്ടിട്ടേ ഇല്ല എന്നുള്ള പോലെ, അവരുടെ ചെവിട്ടിലേതോ മൂടി വച്ചടച്ചതുപോലെ മുഖം തിരിച്ചു കളയുന്ന ആളുകളോട് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. നിങ്ങൾ നോക്ക്, വിഷയം നിസ്സാരമില്ല. അള്ളാന്റെ ഖുർആൻ ഇതിനെ ഹറാമെന്ന് പറഞ്ഞിട്ട്, അത് ഹറാമെന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് മുസ്ലിം നാമധാരികളെന്ന് പറയുന്നവർ പോലും മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അള്ളാന്റെ ഖുർആന പറയുന്നത് അഹങ്കാരത്തോടെ കേട്ടിട്ടില്ല എന്നുള്ള പോലെ, ചെവിയിലെ മൂടി വെച്ചടച്ചതുപോലെ മുഖം തിരിച്ച് കളയുന്നവരോട് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. മാത്രമല്ല, അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞു, ദുനിയാവിലും പരലോകത്തിലും ശാപം കിട്ടുന്ന ആളുകൾ സൗത്താനി മൽഊനാൻ, 2 ശബ്ദങ്ങൾക്കാണ് ശാപമുള്ളത്. അതേതാണ്? സൗത്ത് മിസ്മാർ, ഇംദ നിഅമ, അനുഗ്രഹങ്ങളുടെ സന്തോഷങ്ങളുടെ വേളകളിൽ മ്യൂസിക്കിന്റെ ശബ്ദമാണ്, സംഗീതോപകരണങ്ങളുടെ ശബ്ദം ശപിക്കപ്പെട്ടതാണ്. അത് ഒരു സൂംബ മാത്രമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഈ ഹദീസ് നമ്മളൊക്കെ ജീവിതത്തെ പഠിക്കാനുള്ളതാണ്. മോളെ കല്യാണാണ്,
ചെറിയൊരു ഗാനമേള പ്രശ്നമല്ലല്ലോ. സന്തോഷത്തിന്റെ വേളകളിൽ, അനുഗ്രഹത്തിന്റെ വേളകളിൽ മ്യൂസിക്കൽ ഉപകരണങ്ങളെ കൊണ്ടുവന്ന് സന്തോഷത്തെ കാണുന്നുവെങ്കിൽ ദുനിയാവിൽ ഷാബാണ്, പരലോകത്തിലും ഷാബാണ്. സാന്ദർഭികമായിട്ട് പറയാം, നിക്കാഹ് കഴിഞ്ഞിട്ട് ബാറക്കല്ലാഹു ലക്കുമാ ബാറക്ക അലൈക്കുമാ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ സെലക്ട് ചെയ്ത്, പുരുഷനെ സെലക്ട് ചെയ്ത്, അവന്റെ വിദ്യാഭ്യാസവും തറവാട്ട് മഹിമയും സമ്പത്തും ജോലിയൊക്കെ നോക്കി എല്ലാം കൊണ്ട് തൃപ്തിപ്പെട്ടാലും ജീവിതത്തിൽ ബറക്കത്ത് തരേണ്ടുന്നവൻ അള്ളയാണ്. ബാറക്കല്ലാഹു ലക്കുമാ എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണോ? അതിന് വിപരീതമായി പ്രവർത്തിക്കരുത്. ഹറാമ് ചെയ്യുമ്പോൾ നിഅമത്തിന്റെ സന്ദർഭത്തിൽ ചെയ്ത വാദ്യോപകരണങ്ങൾ അത് ശപിക്കപ്പെട്ട ശബ്ദമാണ്. രണ്ടാമത് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് സൗത്തുറന്നത്തിൻ ഇൻദ മുസീബ, ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് വിലപിച്ച് അട്ടഹാസ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ശപിച്ചതാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നോക്ക്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ സംഗീതത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ചെവിട്ടിൽ വിരൽ വെച്ചിട്ട് നടന്നുപോയി. കൂടുള്ള സഹാബിയോട് ചോദിച്ചു, കഴിഞ്ഞോ? അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? എന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞാനിത് കാണിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സൂംബേൻ ഇസ്ലാമികപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലൊന്ന് ലജ്ജയില്ലായ്മ ചെയ്യുന്നുണ്ട്. പതിയെ അതിലേക്ക് മക്കൾ പോകും. യൂണിഫോം ഇട്ട് ചാടിയാലും അതിന്റെ ഡ്രസ് കോഡുകളും സംസ്കാരവും അവരുടെ മനസ്സിനെ ആകർഷിക്കും. കൂടിച്ചേരുന്നതിലേക്ക് മക്കൾ എത്തിച്ചേരും. രണ്ടാമത് ഹറാമായ സംഗീതത്തിന് ചുവട് വെക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ദുനിയാവിലെ ഭ്രമങ്ങളോട് താല്പര്യം ഉണ്ടാകും. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ വേഷവിധാനങ്ങൾ ഇസ്ലാമിന്റെ മര്യാദക്ക് യോജിച്ചതല്ല. അല്ല പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് ആ വേഷം ഇപ്പൊ വേണം നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. മക്കൾ അതിലേക്ക് എത്തിച്ചേരുന്ന എവിടേക്കാണ് അവർ പോയാൽ എത്തിച്ചേരുന്നത്? ഇതെന്താണ്? അവർക്ക് അയച്ചു കൊടുക്കുന്ന ലിങ്കുകളും അവർക്ക് കൊടുക്കുന്ന പാഠപുസ്തകത്തിലും കൊടുക്കുന്ന വസ്ത്രം അവരുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മക്കൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. നമ്മുടെ ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ വസ്ത്രത്തിന്റെ ഒരു മര്യാദയില്ലേ? അള്ളാന്റെ പ്രവാചകനോട് അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാദിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, ഭാര്യമാരോടും പെൺമക്കളോടും ലോകൈകരായ മുഅ്മിനുകളോടും പറയേണ്ടത് യുദ്നീന അലൈഹിന്ന ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങളെ അവരുടെ മാറുകൾക്ക് താഴെ താഴ്ത്തിയിട്ട് കൊള്ളാൻ പറയാം. അവരെ തിരിച്ചറിയപ്പെടാൻ, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് അവർക്ക് നല്ലത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മളുടെ മക്കളെ അതിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, ആ വസ്ത്രവിധാനത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് വിഷമുള്ളത്. അല്ലാതെ ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ആരെങ്കിലും ഡാൻസ് കളിക്കുന്ന പതിറ്റാണ്ടായി നാട്ടിൽ നടക്കുന്നതിനെ നമ്മൾ എതിർത്തിട്ടില്ല. നിർബന്ധമായി നമ്മൾ ചെയ്യണം. മുസ്ലിം മക്കൾ അത് ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ തിരിച്ചറിയപ്പെടണം നമ്മൾ. അതിനെ എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഡാൻസും പാട്ടും ആരവങ്ങളും ഏത് റൂട്ടിലേക്ക് മക്കൾ നാളെ പോകുമെന്ന് വ്യായാമം ചെയ്യാൻ വിദ്യാഭ്യാസ മേഖലകളിൽ സംവിധാനമല്ലേ പ്രിയമുള്ളവരെ? 500 സ്റ്റുഡൻസിനാണ് റേഷ്യോയിലാണ് ഒരു കായികാധ്യാപകനെ നിയമിക്കുന്നത്. അതൊന്ന് എണ്ണം കൂട്ടി മക്കളിലേക്ക് വ്യായാമങ്ങളുടെ പരിശീലനങ്ങൾ നന്നാക്കി കൊടുക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഇത് തന്നെ വേണം. ലാറ്റിൻ അമേരിക്കന്റെ ഡാൻസ് തന്നെ വേണം. അത് നിർബന്ധമായി എല്ലാ കുട്ടികളും ചെയ്തിരിക്കണം. ഒരു രക്ഷിതാവിന് പോലും എന്റെ കുട്ടി അത് കളിക്കാതെ മാറിക്കാൻ പാടില്ല എന്നൊരു ചോയ്സ് എടുക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ അപകടങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ മക്കൾക്ക് താല്പര്യം അതിനോടായിരിക്കും. അവർക്ക് ഡാൻസും പാട്ടും കൂടുള്ളവർ കളിക്കണതും ഇതൊക്കെ തരുമ്പോൾ ശരി അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. ആ ഒരു ബാധ്യത നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മക്കൾ മുതിരുമ്പോൾ, ഇന്നത്തെ മക്കളോട് നിങ്ങൾ ചോദിച്ചു അവരെന്താ പറയലേ? മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ LP സ്കൂളിലെ മക്കൾ പറയില്ലേ മൈ ബോഡി മൈ ചോയ്സ്? എവിടെ നിന്നത് അവർക്ക് കിട്ടിയേ? കടിച്ച പൊട്ടാത്ത വാക്ക് എവിടെ നിന്ന് കിട്ടിയേ? മേലുള്ള ആളുകൾ പറയുന്ന മീഡിയ സ്വാധീനങ്ങൾ, എന്റെ ശരീരം എന്റെ നിലപാട്. നാളെ നമ്മുടെ മുഖത്ത് നോക്കിയത് പറയും. അതുകൊണ്ട് സൂറത്ത് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് കൊടുത്ത ഉപദേശങ്ങളെ പോലെ, മോനെ എങ്ങനെ നടക്കണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന്, വിശ്വാസം എന്താകണമെന്ന്, സ്വഭാവം എന്താകണമെന്ന് ഒരു പിതാവ് മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഖുർആനിലെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച പാഠങ്ങളെ അതുപോലെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടുന്ന സ്വഹാബിയോട് നിനക്കധികമായി പ്രാർത്ഥനകളൊന്നുമില്ലേ എന്ന് എന്തിനാണ് ധൃതിപ്പെട്ടുകൊണ്ടോടുന്നത്?
അയൽവാസിയുടെ വീട്ടിൽ നിന്ന് എന്റെ മുറ്റത്തിലേക്ക് വീഴുന്ന ഈത്തപ്പഴം ഞാൻ കടന്നു ചെല്ലുന്നതിന് മുമ്പ് എന്റെ മക്കൾ ഉണർന്നാൽ അവരെടുത്ത് കഴിക്കും. അതുകൊണ്ട് എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഹറാമായത് എന്റെ മക്കളെ തിന്നാതിരിക്കാൻ ആ പഴങ്ങളെ അയൽവാസിയുടെ പറമ്പിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാനാണ് ധൃതിപ്പെട്ടുകൊണ്ടോടുന്നത് എന്ന് പറഞ്ഞ് സ്വഹാബത്തിന്റെ പാരമ്പര്യങ്ങളോട് മക്കളുടെ ഇഷ്ടങ്ങൾക്ക് അവർക്കറിയില്ല ഹലാൽ എന്താണ് ഹറാം എന്താണെന്ന്. അതുകൊണ്ട് അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ശരികളെ പറഞ്ഞു കൊടുക്കാൻ, ജനങ്ങൾക്കുള്ള കാരക്കയിൽ നിന്ന് എന്താണെന്ന് തിരിച്ചറിയാതെ കുഞ്ഞു വായിലേക്ക് കൊണ്ടുപോയ പേരക്കുട്ടികളോട് ചെറിയ വായിലേക്ക് വലിയ വരൽ വെച്ച് അതിനെ തുപ്പുമോനെ എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാ പറഞ്ഞു കൊടുക്കണ്ടേ. പൊതുജനങ്ങളുടെ ആപ്പിൾ പഴങ്ങളിൽ നിന്ന് വായിലേക്കൊന്നെടുത്ത് കടിക്കുമ്പോ വാങ്ങാമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മോൻ അതിനെ മാറോട് ചേർത്തു. ഒരു വാപ്പാക്ക് താങ്ങോ സ്വന്തം മോൻ ആശിച്ച് കഴിക്കുന്നതിനെ തിരിച്ചു വാങ്ങി? എന്റെ മകന്റെ വായിൽ നിന്നല്ല, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനതിനെ പറിച്ചെടുത്തത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കളുടെ മനസ്സ് സ്വാഭാവികമായും അതിലേക്കൊക്കെ വശംവദരായി പോയേക്കാം. അതുകൊണ്ട് അവരോട് ശരി പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് അനുവദനീയമായ ആഘോഷങ്ങൾ എന്താണ്, അവർക്ക് അനുവദനീയമായ മേഖലകൾ ഏതൊക്കെയാണ്, അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാൻ ഇവിടെ നിൽക്കുന്ന ഓരോ മാതാപിതാക്കളോടും ഒരു ഗൗരവമുള്ള ആളായി, വലിയ കൽപ്പിക്കുന്ന ആളായി നമ്മൾ നിൽക്കാനില്ല. പുറത്ത് 500ന്റെ ബൾബ് കത്തുന്ന ലോകത്ത് നമ്മളുടെ വീടിന്റെ ഉള്ളിൽ 1000ന്റെ ബൾബ് കത്തണം. ആ മക്കളെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്ന, അവർക്കെല്ലാം പ്രിയപ്പെട്ട വാപ്പയായി മാറുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാലിച്ച പരിപാലനത്തിന്റെ മാതൃകയിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ, അവരുടെ കൂടെ പഠിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവരെ കൂടെ കൊണ്ടുപോവാൻ, അവർക്ക് വിലപ്പെട്ടവരായി നമ്മൾ മാറാൻ ആ രീതിയിലൂടെ ശ്രദ്ധിക്കുക. ലഹരി നിർമാർജനം ചെയ്യാൻ അള്ളാന്റെ പ്രമാണങ്ങൾ കൊണ്ട് സാധ്യമാകും. അതിന് നൃത്തങ്ങളുടെ ആവശ്യമില്ല. അതെന്താണെന്ന് റബ്ബിനെ മനസ്സിലാക്കിയാൽ, അള്ളാന്റെ ദീനിനെ മനസ്സിലാക്കിയാൽ, അതിന്റെ അപകടങ്ങളെ മനസ്സിലാക്കിയാൽ, ഏതെങ്കിലും രീതിയിലേക്ക് അതിലേക്ക് പോകുമ്പോൾ വരാനിരിക്കുന്ന നരകത്തിൽ ആളുകളെ കത്തിച്ചു ചാമ്പലാക്കി ശരീരത്തിൽ നിന്ന് വാർന്നൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ജലം കുടിപ്പിക്കപ്പെടുന്ന ബോധ്യം അവരുടെ മനസ്സുകളിലൂടെ കടന്നു വരുമ്പോൾ ലഹരിന്ന് മാറും. ഡാൻസ് കളിച്ച മാറില്ല. മെന്റൽ സ്ട്രെസ്സാണ് വലിയ ആളുകൾ ലഹരിയിലേക്ക് പോകുന്നെങ്കിൽ മക്കൾ പോകുന്നത് DJ പാർട്ടികൾക്കുള്ള എനർജിക്ക് വേണ്ടിയിട്ടാണ്. MDMAയിലേക്കൊക്കെ മക്കൾ യാത്ര ചെയ്യുന്നത് അവർക്ക് എനർജി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനാണ്. അതിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ട് വേറൊരു ഡാൻസ് കൂടെ പഠിപ്പിച്ച് സ്കൂൾ കലാലയം കഴിഞ്ഞ് ഇനി ഉന്നത പഠനങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ടൗണുകളിലെ DJ സെന്ററുകളിലേക്ക് ലഹരിയുമായി കടന്നു പോകുന്ന മക്കളെ വാർത്തെടുക്കാനില്ല. ലഹരി പാടെ ഒഴിവാക്കുന്ന നാളെയുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളായിട്ട് മാറാൻ ഇൻഷാ അല്ലാഹ് ആ ഒരു ലക്ഷ്യത്തോടെ റബ്ബു ഔലാദ കുല്ലി സമാനിൻ ഔരി സമാനിക്കും, നിങ്ങളുടെ ഈ കാലഘട്ടത്തിന് മാത്രമല്ല അടുത്ത തലമുറയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്നവരാണ് മക്കളെന്ന ലക്ഷ്യബോധത്തിൽ ആ മക്കളെ വളർത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നോമ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. അതുകൊണ്ട് ആ നോമ്പ് എടുക്കുമെന്ന തീരുമാനത്തിൽ വേണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസുമ യൗമ ആശൂറ. പ്രവാചകൻ മദീനയിൽ കടന്നു വരുമ്പോൾ മുഹറം 10 നോമ്പെടുക്കുന്നവരായിട്ട് യഹൂദികളെ കണ്ടു. മുത്തനബി അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുന്നു. അവരെന്താ പറഞ്ഞത്? നജല്ലാഹു ബനു ഇസ്രായീല മിൻ അദുവ്വിഹിം,
ഇസ്രായേൽ സന്തതികൾ അവരുടെ ശത്രുവിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച ദിവസമാണ് മുഹറം 10. ഫസാമഹു മൂസ, അന്ന് മൂസ നോമ്പെടുത്തിട്ടുണ്ട്. അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബി പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് അടുത്തവൻ ഞാനാണ്. മൂസാ നബി എടുത്ത നോമ്പ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിപ്പോന്നു. മുഹറം 10 നോമ്പാണ്. എന്നാൽ അന്ന് ജൂതന്മാർ നോമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് എതിരാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, വരും കൊല്ലം കൂടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് കൂടെ ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ മുഹറം 9ഉം 10ഉമാണ് പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത്. ഇനി ഒരാൾക്ക് മുഹറം 9 ഏതെങ്കിലും കാരണവശാൽ നോമ്പെടുക്കാൻ കഴിയാതെ വന്നാൽ 10ന്റെ കൂടെ അങ്ങോട്ടെങ്കിലും ചേർത്തിട്ട് ഒരു ദിവസത്തെ നോമ്പിന് എടുക്കാൻ വേണ്ടി നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ ഫള് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വസിയാമി യൗമി ആശൂറ, മുഹറം 10 നോമ്പ് എന്ന് പറയുന്നത് മുഴുവൻ പാപങ്ങളെയും അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബല, കഴിഞ്ഞു പോയൊരു വർഷത്തിലെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ആ ഹദീസിന്റെ ശറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ പാപങ്ങളാൽ ഒരു മനുഷ്യൻ ഒരു വർഷം ചെയ്ത ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു തആല നോമ്പ് കൊണ്ട് പുറത്തു തരും. അപ്പൊ ആ ഒരു നിയ്യത്തും ആ ഒരു ലക്ഷ്യമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ഒരു സംശയം അതെന്നാണ് നോമ്പ് എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇന്നാണ് പറയണു, ചിലർ നാളെ എന്ന് പറയണു, ചിലർ പറയണു ഞായറാഴ്ചയാണ് തുടങ്ങുന്നു എന്ന് പറയണു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൃത്യമായി മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മാസം കണ്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളി ദുൽഹജ്ജ 30 പൂർത്തീകരിക്കുകയും ശനിയാണ് ദുൽഹജ്ജ് 1 വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ദുൽഹജ്ജ് 7, മുഹറം 7ആണ്, നാളെ മുഹറം 8ആണ്, ഞായറാണ് മുഹറം 9 വരുന്നത്, തിങ്കളാണ് മുഹറം 10 വരുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ഞായറും തിങ്കളുമാണ് മുഹറം 9ഉം 10ഉം നോമ്പെടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിം മത സംഘടനകളും വ്യാഴാഴ്ച മാസം കാണാത്തത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് 30 പൂർത്തീകരിച്ച് ശനിയാണ് മുഹറം 1 എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു കായൽ പട്ടണത്ത് മാസം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം നേരത്തെ ഇങ്ങോട്ട് തന്നെ പോവാണെന്ന് പറഞ്ഞു. അതിന് ആധികാരികമായ രേഖകളൊന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ആരും ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് ഒരു മാസം മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നിടത്ത് അതിന് പ്രസക്തിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കൺഫ്യൂഷനുള്ള രണ്ടാമത്തെ സാധ്യത വരുന്നത് ഗൾഫുമായിട്ട് 2 ദിവസത്തിന്റെ ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയല്ല ഗൾഫ് നാടുകളിലെ കാലാവസ്ഥ. 2 മാസങ്ങളോളം ഗൾഫ് നാടുകളിൽ 29 ദിവസമാണ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാസം കാണാത്തത് കൊണ്ട് തന്നെ 2 മാസങ്ങൾ 30 പൂർത്തീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസത്തെ ചേഞ്ച് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ചക്രം തിരിഞ്ഞു വരുമ്പോൾ അൽഹംദുലില്ലാ അവിടെയും കറക്റ്റായിട്ട് വരും. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഇടയില്ല. സൂമൂലി റുഇയതിഹി വഖൂമൂലി റുഇയതിഹി എന്ന അടിസ്ഥാന മാനദണ്ഡത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുഹറം 9 വരുന്നത് ഞായറാഴ്ചയാണ്, മുഹറം 10 വരുന്നത് തിങ്കളാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ ഇനി ഈ മാസത്തിൽ യഥേഷ്ടം നമുക്ക് സുന്നത്ത് നോമ്പുകളെ അനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമലു സ്വാലിഹാത്തുകൾ അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മുടെ ജുമാക്ക് പങ്കെടുത്തിരുന്ന ഒരു സഹോദരൻ ചികിത്സയിലാണ്, ട്രീറ്റ്മെന്റിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലവും നൽകി അല്ലാഹു അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ ഒരു ഉമ്മ വളരെ പ്രയാസപ്പെട്ട് ശാരീരികമായി വളരെ പ്രയാസങ്ങളിലൂടെ ക്യാൻസറിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ ശരീരത്തിന്റെ വലിയ ഒന്ന് നിവർന്നിരിക്കാൻ, തലയൊന്ന് ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ ഓർമ്മയിൽ വെച്ച് നിസ്കരിക്കുന്ന, അവിടുന്ന് മറ്റു മതകർമ്മങ്ങളിലൊക്കെ ആ ഓർമ്മയിലൂടെ ശ്രദ്ധ ചെലുത്തുന്ന നമ്മളുടെമായി ബന്ധപ്പെട്ടൊരു ഉമ്മയുണ്ട്. അല്ലാഹുവേ അവർക്കും നീ ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹ് ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാം അറിയുന്ന റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർ മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة وفي لبنان اللهم كن لهم نصيرا ولا تكن عليهم اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم اللهم افتح المسجد الأقصى اللهم لا تسلط علينا من لا يرحمنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.